വായിക്കില്ല. റസൂലുള്ള കുശാൽ തമാശ, റസൂലുള്ള കോമഡി ചൊല്ല ആളല്ല. മായത്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വഹി മുഖേനയല്ലാതെ പൊന്നാര മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചുണ്ടനക്കിയിട്ടില്ല, ഒരു പളക്കവും പറഞ്ഞിട്ടില്ല. സ്വഹാബാക്കൾ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുള്ള 6 ബണ്ടയിട്ടറുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ വഴിയിലൂടെ വന്ന ആൾ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ സ്വഹാബാക്കൾ അത്ഭുതപ്പെട്ടു പോയി ഇത് കണ്ട്. അങ്ങനെ പിറ്റേ നാള് അതേ ടൈമിലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതേ പളകജന്തോ ഇപ്പൈതറോലോ അതാ സ്വർഗീയ അഹ്ലുകാരിൽപ്പെട്ട സ്വർഗത്തെ ഒരാൾ ബണ്ടി അണ്ടും സ്വഹാബാക്കൾ നോക്കറാറിന്റെ 6 ബണ്ട നോക്കാം. അപ്പോഴും വന്നത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ നാളിലും അതേ ടൈമിൽ റസൂലുള്ള സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള അതേ പലകജന്തോ ഈ തറൂലിപ്പ ബണ്ടി അതേ റജുലും മിൻ അഹ്ലിൽ ജന്ന സ്വർഗ്ഗത്തെ അഹ്ലുകാരിൽപ്പെട്ട ഒരാൾ ബണ്ടി. അപ്പോഴും വന്നതാരെ മഹാനായ സഅദ് ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബാക്കൾ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് വലിയ പേരില്ല, വലിയ സ്റ്റേജിലും പേജിലും ഉള്ള ആളെന്തോ അല്ല. ആള് സാധാ ഒരാള്, വലിയ പേരുള്ള ആളല്ല, വലിയ പ്രശസ്തിയുള്ള ആളല്ല, എപ്പോഴും 24 മണിക്കൂർ പള്ളിയിൽ ഇത്തികാഫ് നിൽക്കുന്ന ആളല്ല. എന്ത് ഇയാള് സ്വർഗത്തിലെ ആളിട്ട് കളവ് പറയാത്ത നാവ് കൊണ്ട് തിരിച്ചൊണ്ടുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുകൊള്ള കാരണം എന്തേ? ആ സമയത്ത് സ്വഹാബാക്കളിൽ 3-4 സദസ്സിലും ഹാജരായ ഒരാളായി ദിക്റി മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ഐഡിയ നക്കൊന്നതറിയണോ? ഈ സഅദ് ഇബ്നു അബീ വഖാസ് സ്വർഗ്ഗത്തിലെ ആളുണ്ട് റസൂലുള്ള ചൊല്ലുള്ള കാരണം എന്തേ? ആ സ്വർഗ്ഗത്തിന് ആ ഒരു ടിക്കറ്റ് കൊടുക്കാനുള്ള ആ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാണെന്ന് റസൂലുള്ള ചൊല്ലുള്ള കാരണം എന്തേ? സഅദ് ഇബ്നു അബീ വഖാസ് റഔതുഗോ മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങബോണ്ടോ ചുരുക്കി ചൊല്ല വിഷയ തെല്ല് സബറെടുത്തത് കൊറോ തെല്ല് ക്ഷമിക്കൊറോ. അല്ലാഹുനാമിരുന്നതും പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം നാളെ വലിയ നമുക്ക് ആഖിറത്തിന് വലിയ മുതൽ കൂട്ടാക്കി തരുമാറാവട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റഔതുഗു അംർ ഇബ്നുൽ ആസ് തങ്ങബോണ്ടോ പോയിട്ട് 3-4 ജാവു ദിക്റി നാടൊരു ബിരുന്നുകാരാ നക്ക് സൗകര്യം തരണോ, നിങ്ങളൊട്ടിಗೆ ചാവ് നക്ക് പാർക്കണോ? സുബ്ഹാനല്ലാഹ്. വിഷയമൊന്നും അന്വേഷിച്ചില്ല. സഅദ് ഇബ്നു അബീ വഖാസ് അതേ അംർ ഇബ്നു ആസ് തങ്ങൾക്ക് വേണ്ടമായ സൗകര്യാക്കിട്ട് കൊടുക്കറോ. അംർ ഇബ്നു ആസ് തങ്ങളെ ജാവ് ഉറക്കു കഴിഞ്ഞിട്ട് നോക്കിയോണ്ടുണ്ടോ ഈ സഅദ് ഇബ്നു അബീ വഖാസ് സ്വർഗ്ഗത്തിലെ ആളാവുകോ എന്ത് അമലാക്കിയോണ്ടുള്ളോ? എന്തെങ്കിലും രാത്രിയുടെ നേരത്തെ നിസ്കരിച്ചോണ്ടുള്ള അല്ല ഖുർആൻ ഓതിയോണ്ടുണ്ടാ അല്ല എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ദുആർന്നോണ്ടുണ്ടാ? ഇതൊന്നും കണ്ടില്ല. അത്ഭുതപ്പെട്ടു പോയി. 3 ജാവലും സഅദ് ഇബ്നു അബീ വഖാസിനെ നിരീക്ഷിച്ചോണ്ടുണ്ട്, വീക്ഷിച്ചോണ്ടുണ്ട്, പരീക്ഷിച്ചോണ്ടുണ്ട്. പക്ഷേ വിശേഷമൊന്നും കിട്ടില്ല. ഫർദ് നിസ്കരിക്കറി പിന്നെയാ സ്വർഗത്തിക്ക് പോണ്ടു പണ്ട്, കൂലിപ്പണിക്ക് പോണ്ടു പണ്ട്. എന്തായിക്കോ റസൂലുള്ള സ്വർഗത്തിലാലേണ്ടി സഅദ് ഇബ്നു അബീ വഖാസിനെ ചൊല്ലുള്ള കാരണം മഹാനായ അംർ ഇബ്നുൽ ആസ് ആ പരീക്ഷണത്തിൽ തോറ്റുപോയി, പരാജയപ്പെട്ടു. ഒരു പിടുത്തവും കിട്ടില്ല, ഒരറിവും കിട്ടില്ല. ലാസ്റ്റതാ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളൊട്ട ഓപ്പണായിട്ട് പളക ചൊല്ലു. സഅദ് ഇബ്നു അബീ വഖാസ്
ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 3 നാളിലും ആ തെരുവിൽ സ്വർഗത്തെ ആള് കണ്ടിട്ട് ചെന്നപ്പോ 3 നാളിലും കണ്ടത് നിങ്ങളെയായിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് നിങ്ങൾ ചെയ്ത അമലെന്ത് നിങ്ങൾ സ്വർഗത്തിലെ ആളുകളുടെ റസൂലുള്ള ചൊല്ലുമ്പോഴത്തെ എന്തമലാക്കിയെ നാം നോക്കിയപ്പോ ഒന്നും കണ്ടില്ലല്ലേ, ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചില്ലല്ലേ. എന്താ ഒരു രഹസ്യമായ നിഗൂഢമായ ഒരു അമല് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതൊന്നും നമുക്ക് പടിപ്പാട്ടി തരണോ, നമുക്ക് തത് അറിപ്പാട്ടി തരണോ? അത്ഭുതമായില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ അത്ഭുതമായിട്ടില്ലേ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ അത്ഭുതമായിട്ടുണ്ട്. അത് എന്തിട്ടത് ഏത് എന്തായിട്ടിക്കൂ? നോമ്പല്ല, നിസ്കാരമല്ല, ഖുർആനോത്തല്ല, ഹജ്ജല്ല, ഉംറയല്ല, സദഖയല്ല, ദാനധർമ്മമല്ല, എന്തോ അല്ല, പിന്നെന്ത്? ആ സമയത്ത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഓ അംർ ഇബ്നുൽ ആസ്, വേറെ ഒന്നും അല്ല, غير أني لا أجد غشا في نفسي لأحد من المسلمين. നിന്റെ മനസ്സിൽ മുസ്ലിമീങ്ങളായ ഒരാളൊട്ടെയും നിനക്ക് ഒരു ചതിയുമില്ല. നിന്റെ കൽബിൽ ഒരാളൊട്ട മുസ്ലിമായ ആൺറൊട്ട പെൺറൊട്ട ചെറിയങ്ങളൊട്ട ബലിയങ്ങളൊട്ട ഒരു മനുഷ്യരൊട്ടവും നിന്റെ കൽബിൽ ഒരു നഞ്ചി വന്നിട്ടില്ല. ഓ അംർ ഇബ്നുൽ ആസ്, മാത്രമല്ല വലാ അഹ്സുദുഹു അലാ ഖൈരിൻ അഅതാഹു അല്ലാഹ്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് അല്ലാഹു കൊടുത്തതായ ഒരു നന്മയിൽ ഞാൻ ചതി വെച്ചിട്ടില്ല, അസൂയ വെച്ചിട്ടില്ല. ഇപ്പൊ ഈ ലോകത്തുള്ള ഒരു മനുഷ്യരൊട്ടവും നമുക്ക് അരിസയില്ല, ആരൊട്ടനക്ക് ബേജാറില്ല, ആരൊട്ടനക്ക് വട്ടകിച്ചില്ല, ചതിയില്ല, നഞ്ചില്ല. സുബ്ഹാനല്ലാഹ്. സഅദ് ഇബ്നു അബീ വഖാസ് ഇത് പറഞ്ഞപ്പോ അംർ ഇബ്നുൽ ആസ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വഹിയ അംറുൻ ലാ തുതാഖ്. ഇത് വലിയ വിഷയമായിട്ടിക്കറി, ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടിക്കറി. സംഘടനയുടെ പേരിൽ, പങ്കടത്തിന്റെ പേരിൽ, രാജകീയത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, സ്ഥാനത്തിന്റെ പേരിൽ എല്ലാ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, ഹജ്ജ് പല പ്രാവശ്യം ചെയ്തവരാണ്, എല്ലാ കാരുണ്യ പ്രവർത്തനം നടത്തിയവരാണ്. പക്ഷേ ഒരു മുസ്ലിമായ ആണുറൊട്ട ഒരു പെണ്ണുറൊട്ട ഒരു അത്സവമില്ല ചൊല്ലു. ഈ ചൊല്ലതൊക്കെ ഒരു ധൈര്യവുമില്ല. മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം. ആ ഹൃദയത്തിന് തെല്ല് സ്വരമുണ്ടോ, തെല്ല് പണിയുണ്ടോ? അത് എന്ത് കാണുമ്പോലത്തെ പണിയല്ല, അത് പബ്ലിക്കിൽ കാണുമ്പോലോ പബ്ലിസിറ്റിയിലുള്ള പണിയല്ല. അതല്ലേ രണ്ടാമത്തെ ഖുതുബയുടെ ദുആയിൽ ലോകത്തുള്ള ലക്ഷക്കണക്കിന് പള്ളികളിൽ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. റബ്ബന ഗ്ഫിർ ലനാ, അല്ലാഹ് നമുക്ക് നീ പൊറുക്കണോ. ഖതീബ് മെമ്പറിൽ കയറി ദുആ ചെയ്യുകയാണ്. അത് മക്കത്തുണ്ട്, മദീനത്തുണ്ട്, അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, സുഡാനിലുണ്ട്, എല്ലാ കൺട്രികളിലും ഉണ്ട് ആ ദുആ. അല്ലാഹ് നമുക്ക് പൊറുക്കണോ. മാത്രമല്ല വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെ മുന്നൽ മരിച്ചുപോയ ഞങ്ങളെ ഉമ്മ ബാപ്പ, ഞങ്ങളെ മുൻകാലത്ത് മരണപ്പെട്ടു പോയ മൺമറഞ്ഞ ഖബറാളികൾക്ക് പൊറുക്കണം അല്ലാഹ്. ഈ ദുആ ഖുർആൻ പഠിപ്പാട്ടിയത് ഞങ്ങളെ തടിക മാത്രല്ല, ഞങ്ങൾ മരിച്ചു പോയവർക്ക് ദുആരക്കണോ, ഞങ്ങൾ ആഖിറം രക്ഷപ്പെടുകയാണെങ്കിൽ ദുആരക്കണോ. പിന്നെ ചൊല്ലൊരു വിഷയം, വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹ്
ഞങ്ങളെ ഹൃദയങ്ങളിൽ നീ ആക്കിറല്ല അല്ലാ, ഞങ്ങളെ മനസ്സിൽ നീ തരണ്ട അല്ലാ. ഖില്ലല്ലില്ലദീന ആമനൂ, വിശ്വസിച്ച ഒരു മുഅ്മിന്റെ ഒട്ടയും മനസ്സ് തരല്ല അല്ലാ, ബേജാറ് തരല്ല അല്ലാ, വൈരാഗ്യ തരല്ല അല്ലാ, ദേഷ്യം തരല്ല അല്ലാ, ചതി തരല്ല അല്ലാ, പക തരല്ല അല്ലാ. ഈ ദുആയാണ് ദുആരക്കുന്നത്. അതാണ് മരണസമയം രക്ഷപ്പെടാൻ കുറെ അമലത്താക്കിയ നമ്മ എത്രയെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച, പക്ഷേ ഈ ഹൃദയം ഒരാളൊട്ടയും മനസ്സമില്ലാത്ത ഹൃദയായി തിക്കറുന്നുണ്ട് ഹൃദയ. എല്ലാവർക്കും മാഫാക്കര ഹൃദയായി തിക്കറുന്നുണ്ട് ഹൃദയ. എല്ലാവർക്കും പൊറുക്കുറ മറക്കറ മാഫ് നൽകുന്ന ഹൃദയായി തിക്കറുന്നുണ്ട് ഹൃദയ. അത് ചൊല്ലോടത്തോളം യൗമലായം ഫൗമാലും വലാബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബ് കൊണ്ടല്ലാതെ മരണസമയം വിജയിക്കുന്നവരില്ല. അതാണ് റബ്ബിനിക്ക് വേണ്ടത്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ, ഹൃദയം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. സലീമായ ഹൃദയത്തോട് റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ റഹ്മാൻ.